Hello friends, welcome back to my channel Tips and Tricks. SCERT 7th ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് പാർട്ട് 1 ടെക്സ്റ്റ് ബുക്കിലെ ലാസ്റ്റ് ചാപ്റ്റർ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇതിനു മുന്നേ ഉള്ള 6 ചാപ്റ്റേഴ്സ് ഞാൻ ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലാത്തവർ ദാ ഈ വരുന്ന ഐ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. വരാനിരിക്കുന്ന LDC എക്സാമിന് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കണ്ടന്റ്സ് ആണ് ഈ ടെക്സ്റ്റ് ബുക്കിൽ അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ 7ാമത്തെ ചാപ്റ്റർ ഭൂമിയും ജീവലോകവും. ഇതിൽ ഒരുപാട് തിയറി പാർട്സ് പറഞ്ഞിട്ടുണ്ട്. അതൊന്നും നമുക്ക് ആവശ്യമില്ല. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് മാത്രമേ പഠിപ്പിക്കുന്നുള്ളൂ. ആദ്യത്തെ പോയിന്റ്, ഏതാണ്ട് 450 കോടി വർഷങ്ങൾക്ക് മുമ്പായിരുന്നു സൂര്യന്റെ ഒരു ഭാഗം അടർന്നു മാറി ഭൂമി ഉൾപ്പെടെ 8 ഗ്രഹങ്ങളും അവയുടെ ഉപഗ്രഹങ്ങളുമായി തീർന്നത് എന്നൊരു ചരിത്രം പറയുന്നുണ്ട്. അത് ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഈ വർഷം ഒന്ന് ഓർത്തിരിക്കുക, 450 കോടി വർഷങ്ങൾക്ക് മുമ്പ്. ഓക്കെ, അപ്പോൾ ആദ്യം പഠിക്കേണ്ടത് ഭൂമിയിലെ കര, വായു, ജലം എന്നിവ ഉൾക്കൊള്ളുന്ന മണ്ഡലങ്ങളാണ് ജൈവ മണ്ഡലത്തിന്റെ നിലനിൽപ്പിന് ആധാരം. ഭൂമിയിലെ കര, വായു, ജലം ഈ മണ്ഡലങ്ങളെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് ഉള്ള ടോപ്പിക്കുകളാണ് ഈ ചാപ്റ്ററിലുള്ളത്. ഒന്നാമത്തത് ശിലാമണ്ഡലം. പടുകൂറ്റൻ പർവ്വതങ്ങൾ, വിസ്തൃതമായ പീഠഭൂമികൾ, വിശാലമായ സമതലങ്ങൾ, തീരപ്രദേശങ്ങൾ, മരുഭൂമികൾ, ദ്വീപുകൾ, സമുദ്രത്തിനടിയിലെ വിവിധ ഭൂരൂപങ്ങൾ, അങ്ങനെ എത്രമാത്രം വൈവിധ്യമാർന്നതാണ് ഭൂമിയുടെ ഉപരിതലം. ഈ ഭൂരൂപങ്ങളെല്ലാം ഉൾപ്പെടുന്നതും ശിലകളും മണ്ണും കൊണ്ട് രൂപപ്പെട്ടിരിക്കുന്നതുമായ ഖരാവസ്ഥയിലുള്ള ഭാഗമാണ് ശിലാമണ്ഡലം. അപ്പൊ ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് ശിലാമണ്ഡലത്തിന്റെ ഡെഫിനിഷൻ ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഈ പറഞ്ഞിരിക്കുന്ന ഭൂരൂപങ്ങൾ, പർവ്വതങ്ങൾ, പീഠഭൂമികൾ, സമതലങ്ങൾ എന്നിവ ഉൾപ്പെടുന്നതും ശിലകളും മണ്ണും കൊണ്ടും രൂപപ്പെട്ടിരിക്കുന്നതുമായ ഖരാവസ്ഥ, സോളിഡ് സ്റ്റേറ്റിലുള്ള ഭാഗമാണ് എന്ത്? ശിലാമണ്ഡലം. കരയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗമായ എവറസ്റ്റ് കൊടുമുടിയും സമുദ്രത്തിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗമായ പസഫിക് സമുദ്രത്തിലെ ചലഞ്ചർ ഗർത്തവും ശിലാമണ്ഡലത്തിന്റെ ഭാഗം തന്നെ. അപ്പോൾ ശിലാമണ്ഡലത്തിലെ പ്രധാന ഭൂരൂപങ്ങൾ ഏതൊക്കെയാണ്? നേരത്തെ ഞാൻ പറഞ്ഞു, പർവ്വതങ്ങൾ, പീഠഭൂമികൾ, സമതലങ്ങൾ. അപ്പോൾ എന്താണ് പർവ്വതങ്ങൾ? സമുദ്രനിരപ്പിൽ നിന്ന് 900 മീറ്ററിലധികം ഉയരമുള്ളതും ചെങ്കുത്തായ വശങ്ങളോട് കൂടിയതുമായ ഭൂരൂപങ്ങളാണ് പർവ്വതങ്ങൾ. 900 മീറ്ററിന് അധികം ഉയരമുള്ളതും ചെങ്കുത്തായ വശങ്ങളോട് കൂടിയതുമായ ഭൂരൂപങ്ങളാണ് എന്ത്? പർവ്വതങ്ങൾ. പീഠഭൂമികൾ അഥവാ പ്ലേറ്റ്യൂ. മുകൾ ഭാഗം ഏറെക്കുറെ പരന്നതും ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഉയർന്നു നിൽക്കുന്നതുമായ ഭൂരൂപങ്ങളാണ് പീഠഭൂമികൾ. മുകൾ ഭാഗം ഏറെക്കുറെ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ മുകൾ ഭാഗം ഏറെക്കുറെ പരന്നതും ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഉയർന്നു നിൽക്കുന്നതുമായ ഭൂരൂപങ്ങളാണ് പീഠഭൂമികൾ. സമതലങ്ങൾ അഥവാ പ്ലെയിൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? താരതമ്യേന താഴ്ന്നതും നിരപ്പായതുമായ വിശാല പ്രദേശങ്ങളാണ് സമതലങ്ങൾ. ഓക്കെ, ഇത്രയാണ് ശിലാമണ്ഡലത്തിലെ പ്രധാന ഭൂരൂപങ്ങൾ. ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. അടുത്തത്, കരയിൽ കാണുന്നത് പോലെ ഈ പർവ്വതങ്ങളും സമതലങ്ങളും ഗർത്തങ്ങളും അഗ്നിപർവ്വതങ്ങളും ഒക്കെ എവിടെയും ഉണ്ട്? സമുദ്രത്തിന് അടിയിലും ഉണ്ട്. ഓക്കെ, ഇനി മണ്ണിനെ അറിയാം. ഇത് ജസ്റ്റ് പറയുന്നത്, അനേക വർഷങ്ങളായി വെയിലും മഴയും മഞ്ഞും ഏൽക്കുന്ന പാറ പൊടിയുന്നു. പാറയ്ക്ക് രാസമാറ്റം സംഭവിക്കുന്നു. അതിൽ സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും മൃതാവശിഷ്ടങ്ങൾ അഴുകിച്ചേരുന്നതിലൂടെ ജൈവാംശവും കൂടിച്ചേരുന്നു. ആയിരക്കണക്കിന് വർഷങ്ങളിലൂടെ നിരന്തരം നടക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങളുടെ ഫലമായാണ് മണ്ണ് രൂപം കൊള്ളുന്നത്. മൺമറയുന്ന വയലുകളെല്ലാം ഇപ്പോൾ നിരപ്പാക്കി കെട്ടിടങ്ങൾ പണിയുന്നുണ്ട്. അത് ജസ്റ്റ് പറയുന്നതേ ഉള്ളൂ. പുഴയിലെ മണൽവാരൽ സമൃദ്ധമായി ഒഴുകി വരുന്ന നമ്മുടെ നദികളിൽ പലതിലും മഴക്കാലം കഴിയുന്നതോടെ ജലനിരപ്പിൽ വലിയ കുറവാണ് ഉണ്ടാകുന്നത്. നദികളിലെ മണൽവാരലിന്റെ സാൻഡ് മൈനിങ് ഫലമായി അടിത്തട്ടിന്റെ ആഴം കൂടുന്നതാണ് ഇതിന് കാരണം. ഇത് സമീപ പ്രദേശങ്ങളിലെ കിണറുകളിൽ ജലനിരപ്പ് താഴുന്നതിനും ജലദൗർലഭ്യം അനുഭവപ്പെടുന്നതിനും കാരണമാകുന്നു. പല നദികളും ആഴം കൂടി അടിത്തട്ടിലെ പാറയിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അടിത്തട്ടിലെ പാറയ്ക്ക് പറയുന്ന പേരാണ് ബെഡ് റോക്ക്. ഇത് നദികളുടെ വശങ്ങൾ അഥവാ ബാങ്ക് ഷെൽവിങ് ഇത് നദികളുടെ വശങ്ങൾ ഇടിയുന്നതിന് എന്ത് ചെയ്യുന്നു? കാരണമാകുന്നു. ജലമണ്ഡലം. ഭൗമോപരിതലത്തിന്റെ 2/3 ഭാഗവും ജലമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. അപ്പോൾ ഭൗമോപരിതലത്തിന്റെ 2/3 ഭാഗവും എന്താണ്? ജലമാണ്. സമുദ്രങ്ങൾ, നദികൾ, തടാകങ്ങൾ, അരുവികൾ ഇവയെ കൂടാതെ ഭൂമിയുടെ ഉള്ളിലും ജലം ദ്രാവക രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു. ധ്രുവപ്രദേശങ്ങളിലും വളരെ ഉയരമുള്ള പർവ്വതങ്ങളുടെ മുകളിലും ജലം ഉറഞ്ഞ് ഖരരൂപത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ
അന്തരീക്ഷത്തിൽ ഇത് നീരാവിയായും ജലകണികകളുമായും ആണ് നിലകൊള്ളുന്നത്. മേൽപ്പറഞ്ഞ 3 അവസ്ഥ, അതായത് സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്, ഈ 3 ഫോമിലും ജലം കാണുന്നുണ്ട്. മേൽപ്പറഞ്ഞ ഈ 3 അവസ്ഥകളിലുമായി ഭൂമിയിലുള്ള ജലമാണ് ജലമണ്ഡലം. ഓക്കെ. അമൂല്യമായ ശുദ്ധജലം. ഭൂമിയുടെ 3ൽ 2 ഭാഗവും ജലമാണെങ്കിലും അതിൽ 3% മാത്രമാണ് ശുദ്ധജലം. നദികൾ, തടാകങ്ങൾ, കായലുകൾ, കിണറുകൾ തുടങ്ങിയവയിൽ നിന്ന് ലഭിക്കുന്ന ശുദ്ധജലത്തിൽ മനുഷ്യന് ഉപയോഗിക്കാൻ കഴിയുന്ന ജലത്തിന്റെ അളവ് കേവലം 1%-നും താഴെയാണ്. ബാക്കി ജലം മുഴുവനും ധ്രുവങ്ങളിലും പർവ്വതങ്ങളുടെ മുകളിലുമായി ഉറഞ്ഞു കിടക്കുന്നു. ഓക്കെ. അപ്പോൾ ജലദൗർലഭ്യം വരാൻ ചാൻസ് ഉണ്ട്. പ്രകൃതിയിൽ മനുഷ്യന്റെ വിവേകരഹിതമായ ഇടപെടലുകൾ ജലദൗർലഭ്യത്തിന് കാരണമാകുന്നുവെന്ന് നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ സ്വതവേ ദുർലഭമായ ഒന്നാണ് ശുദ്ധജലം. ഓക്കെ. ഒഴുകി അകലുന്ന മഴവെള്ളം. പശ്ചിമഘട്ടത്തിൽ പെയ്യുന്ന മഴവെള്ളത്തിൽ നല്ലൊരു പങ്കും 2 ദിവസത്തിനകം കടലിലെത്തുന്നു എന്നതാണ് കണക്ക്. റാലെ ഗാൻസിദിയിലെ വിജയഗാഥ. റാലെ ഗാൻസിദിയിലെ വിജയഗാഥ. ഇത് എന്താണ് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മഹാരാഷ്ട്രയിലെ അഹമ്മദ് നഗർ എന്ന് പറയുന്ന ഒരു ജില്ലയിൽപ്പെട്ട സ്ഥലമാണ് റാലെ ഗാൻസിദി. അതൊരു ചെറിയൊരു ഗ്രാമമാണ്. അവിടെ സംഭവം മഴയില്ല. ശരാശരി വർഷത്തിൽ 50 സെന്റിമീറ്റർ താഴെ മാത്രമാണ് മഴ. അത് സ്ഥിരമായിട്ട് കിട്ടത്തില്ല. അപ്പോൾ ഉപരിതലത്തിൽ നിന്നും 20 മീറ്ററിലധികം താഴെയുള്ള ഭൂഗർഭ ജലനില, വേനൽ ആരംഭിക്കുന്നതോടെ വറ്റുന്ന കിണറുകൾ, കടുത്ത ജലക്ഷാമം, അങ്ങനെയൊക്കെയായിരുന്നു അവരുടെ സ്ഥിതി എന്ന് വരെ 1975 വരെ. ഓക്കെ. അപ്പൊ 1975 സൈനിക സേവനത്തിൽ നിന്നും വിരമിച്ച് നാട്ടിലെത്തിയ ശ്രീ ബാബു റാവു ഹസാരെ, ആരാണ്? ശ്രീ ബാബു റാവു ഹസാരെ ഗ്രാമീണരായ യുവാക്കളെ സംഘടിപ്പിച്ചുകൊണ്ട് നാടിന്റെ വികസനത്തിനായി മുന്നിട്ടിറങ്ങി. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രയത്നത്തിന് ഫലമായി ഇന്ന് ഈ റാലെ ഗാൻസിദിയിൽ ജല ദൗർലഭ്യം ഇല്ല. മനസ്സിലായോ? ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, 1975 ശേഷമാണ് ശ്രീ ബാബു റാവു ഹസാരെ എന്നൊരാൾ തിരിച്ചു വന്നത്. സൈനിക സേവനത്തിൽ നിന്ന് വിരമിച്ചു വന്നു. അദ്ദേഹത്തിന്റെ പ്രയത്ന ഫലമായിട്ടാണ് ഇവിടുത്തെ വരൾച്ചയെല്ലാം നീങ്ങിയത്. ഏതാണ് ആ സ്ഥലം? റാലെ ഗാൻസിദി. ഓക്കെ. മഹാരാഷ്ട്രയിലാണ്. ഇനി എന്താണ് വായുമണ്ഡലം? ഭൂമിയെ ഒരു പുതപ്പ് പോലെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന വാതക പാളിയാണ് വായുമണ്ഡലം അഥവാ അന്തരീക്ഷം. നൈട്രജൻ, ഓക്സിജൻ തുടങ്ങിയ വാതകങ്ങളെ കൂടാതെ പൊടിപടലങ്ങളും നീരാവിയും അന്തരീക്ഷത്തിലുണ്ട്. വായുവിന്റെ സ്വാഭാവിക സംരചനയ്ക്ക് മാറ്റമുണ്ടാക്കുന്ന തരത്തിൽ അതിൽ കലരുന്ന എന്തും വായു മലിനീകരണമാണ്. ഭൂമിയിൽ ജീവൻ നിലനിൽക്കുന്നതിന് വായു കൂടിയേ തീരൂ. അപ്പം അന്തരീക്ഷത്തിൽ എന്തൊക്കെയാണ് അടങ്ങിയിരിക്കുന്നത്? നമ്മൾ ശ്വസിക്കുന്ന പ്രാണവായു, സസ്യങ്ങൾക്ക് ആവശ്യമായ കാർബൺ ഡൈ ഓക്സൈഡ്, ഹാനികരമായ അൾട്രാവയലറ്റ്, ഗാമ തുടങ്ങിയ രശ്മികളിൽ നിന്നുള്ള സംരക്ഷണം. അപ്പോൾ അന്തരീക്ഷമാണ് ഹാനികരമായ അൾട്രാവയലറ്റ്, ഗാമ തുടങ്ങിയ രശ്മികളിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കുന്നത്. അതുപോലെ തന്നെ മഴ, മഞ്ഞ് തുടങ്ങിയ കാലാവസ്ഥാ പ്രതിഭാസങ്ങൾക്ക് കാരണവും അന്തരീക്ഷം ഉള്ളത് കൊണ്ടാണ്. അപ്പൊ ഇതൊക്കെയാണ് അന്തരീക്ഷം ഉള്ളത് കൊണ്ടുള്ള ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി ഓക്സിജൻ പാർലറുകൾ. ജപ്പാനിലെ നഗരങ്ങളിൽ കുറെ വർഷങ്ങളായി നിലവിലുള്ള സംവിധാനമാണിത്. ഈ പാർലറിനുള്ളിൽ കയറുന്ന ഏതൊരാൾക്കും ശുദ്ധമായ വായു ശ്വസിക്കാം. ഇപ്പൊ ജപ്പാനിലും ഉണ്ട്, ഇപ്പോൾ വന്നിട്ട് ഡൽഹിയിലും ഉണ്ട്. ഡൽഹി നഗരത്തിൽ അന്തരീക്ഷത്തിലേക്ക് ശുദ്ധവായു പമ്പ് ചെയ്യുന്ന കൂറ്റൻ യന്ത്രങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. നഗരഭരണകൂടം ഇത്തരം നടപടികളിലേക്ക് കടക്കേണ്ടി വന്നത് എന്തുകൊണ്ടായിരിക്കാം? അത്രത്തോളം വായു അവിടെ മലിനമായത് കൊണ്ടായിരിക്കാം ഇങ്ങനത്തെ ഓക്സിജൻ പാർലേഴ്സ് ഒക്കെ തുറക്കാൻ കാരണം. ഇനി എന്താണ് ജൈവമണ്ഡലം? ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളും ഉൾപ്പെടുന്ന മേഖലയാണ് ജൈവമണ്ഡലം. ശിലാമണ്ഡലം, ജലമണ്ഡലം, വായുമണ്ഡലം എന്നീ 3 മണ്ഡലങ്ങളുടെയും പരസ്പര പ്രവർത്തനങ്ങളുടെ ഫലമായാണ് ജൈവമണ്ഡലം നിലനിൽക്കുന്നത്. ഓക്കെ. അപ്പൊ അതൊരു പിക്ടോറിയൽ റെപ്രസെന്റേഷനിൽ കാണിച്ചിരിക്കുകയാണ്. സൗരോർജം എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്. സ്ഥലമണ്ഡലം, വായുമണ്ഡലം, ജൈവമണ്ഡലം, ജലമണ്ഡലം. ഓക്കെ. ഇനി പറയുന്നു, സസ്യങ്ങളുടെ നിലനിൽപ്പിന് ആവശ്യമായ ഘടകങ്ങളാണല്ലോ കാർബൺ ഡൈ ഓക്സൈഡ്, ജലം, ധാതു ലവണങ്ങൾ തുടങ്ങിയവ. ഇതിൽ കാർബൺ ഡൈ ഓക്സൈഡ് എവിടെയാണ്? അന്തരീക്ഷത്തിൽ നിന്നാണ് കിട്ടുന്നത്. എവിടെയാണ്? വായുമണ്ഡലത്തിൽ നിന്ന്. അതുപോലെ ധാതു ലവണങ്ങൾ ശിലാമണ്ഡലത്തിൽ നിന്നും ജലമണ്ഡലത്തിൽ നിന്നുമാണ് ലഭിക്കുന്നത്. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒന്ന് നമുക്ക് ഒഴിച്ചു നിർത്താൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഈ 4 മണ്ഡലങ്ങളും അല്ലെങ്കിൽ ഈ 3 മണ്ഡലങ്ങളും കൂടി ചേരുന്നതാണ് ചേർന്നാൽ മാത്രമേ ജൈവമണ്ഡലം നിലനിൽക്കുകയുള്ളൂ. ഇനി പ്രകൃതി ദുരന്തങ്ങൾ അഥവാ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്. 1. ഉരുൾപൊട്ടൽ, ലാൻഡ് സ്ലൈഡ്. കുത്തനെ ചരിവുള്ള പ്രദേശങ്ങളിലെ പാറയും മണ്ണും ചെളിയും അതിവേഗം താഴേക്ക് നീങ്ങുന്ന പ്രതിഭാസമാണ് ഉരുൾപൊട്ടൽ. ഇനി പറയാൻ പോകുന്നത് നോട്ട് ചെയ്ത് വെച്ചേക്കുക, ഇമ്പോർട്ടന്റ് ആണ്.
അടിതെറ്റിയാൽ മണ്ണും. തിരുവനന്തപുരം ജില്ലയിലെ അമ്പൂരി, ഇടുക്കി ജില്ലയിലെ വെണ്ണിയാനി, ചീയപ്പാറ, കോഴിക്കോട് ജില്ലയിലെ പുല്ലൂരാമ്പാറ. ഇങ്ങനെ ഉരുൾപൊട്ടലുകൾ പശ്ചിമഘട്ടത്തിൽ തുടർക്കഥയാവുകയാണ്. അപ്പോൾ തിരുവനന്തപുരം ജില്ലയിലെ അമ്പൂരിൽ ഉരുൾപൊട്ടൽ ഉണ്ടായ വർഷം 2001. ഇടുക്കി ജില്ലയിലെ വെണ്ണിയാനിയിൽ ഉരുൾപൊട്ടൽ ഉണ്ടായ വർഷം 2001. അമ്പൂരിയിലും വെണ്ണിയാനിയിലും 2001. ചീയപ്പാറ, ഇടുക്കി ജില്ലയിലെ തന്നെ ചീയപ്പാറയിൽ ഉണ്ടായത് 2013. കോഴിക്കോട് ജില്ലയിലെ പുല്ലൂരാമ്പാറയിൽ ഉണ്ടായത് 2012. ഇങ്ങനെ ഉരുൾപൊട്ടലുകൾ പശ്ചിമഘട്ടത്തിൽ തുടർക്കഥയാവുകയാണ്. പ്രകൃതിയിൽ മനുഷ്യന്റെ അശാസ്ത്രീയമായ ഇടപെടലുകളാണ് ഈ ഉരുൾപൊട്ടലുകൾ മിക്കതിനും കാരണം. ഓക്കെ, വെള്ളപ്പൊക്കത്തിനെ പറ്റി നമുക്കറിയാം. ഇവിടെ ജസ്റ്റ് തിയറിയാണ് പറഞ്ഞേക്കുന്നത്. മഴക്കാലത്ത് നദികൾക്ക് ഉൾക്കൊള്ളാനാവാത്തത്ര ജലം ഒഴുകിയെത്തുമ്പോൾ അവ കരയിലേക്ക് കവിഞ്ഞൊഴുകാറുണ്ട്. ഇതിനെയാണ് എന്ത് പറയുന്നത്? വെള്ളപ്പൊക്കം എന്ന് പറയുന്നത്. ഇനി ഓർക്കേണ്ട പോയിന്റ്, പ്രകൃതി ദുരന്തങ്ങളുടെ നിവാരണത്തിനും ലഘൂകരണത്തിനുമായി പ്രവർത്തിക്കുന്ന സർക്കാർ വകുപ്പുകളും സംവിധാനങ്ങളും. പ്രകൃതി ദുരന്തങ്ങളുടെ നിവാരണത്തിനും ലഘൂകരണത്തിനുമായി പ്രവർത്തിക്കുന്ന സർക്കാർ വകുപ്പും സംവിധാനങ്ങളുമാണ്: 1. കേരള റവന്യൂ ദുരന്ത നിവാരണ വകുപ്പ്, 2. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി, 3. ദുരന്ത സാധ്യത അപഗ്രഥന സെൽ, 4. ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഈ ഒരു ചാപ്റ്റർ. പിന്നെ ഇതിന്റെ സംഗ്രഹം എന്ന നിലയിൽ ഈ പോയിന്റ്സും കൂടി നമുക്ക് ജസ്റ്റ് ഓർത്ത് വെക്കാം. ഭൂമിയുടെ ഉപരിതലത്തിലെ ഖരാവസ്ഥയിലുള്ള ഭാഗമാണ് ശിലാമണ്ഡലം. ശില മീൻസ് റോക്ക്. ഭൂമിയെ പൊതിഞ്ഞു നിലകൊള്ളുന്ന വായുവിന്റെ ആവരണം എന്താണ്? വായുമണ്ഡലം. സമുദ്രത്തിലും കരയിലും വായുവിലും ഒക്കെയായി കാണപ്പെടുന്ന ജലമെല്ലാം ചേർന്നതാണ് ജലമണ്ഡലം. ശിലാമണ്ഡലം, ജലമണ്ഡലം, വായുമണ്ഡലം എന്നീ 3 മണ്ഡലങ്ങളെയും ആശ്രയിച്ചാണ് ജൈവമണ്ഡലത്തിന്റെ നിലനിൽപ്പ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. വളരെ ഈസി ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. കുറച്ച് പോയിന്റ്സേ നമുക്ക് പഠിക്കാനുള്ളൂ. ഉള്ള പോയിന്റ്സ് നന്നായിട്ട് പഠിക്കുക. ഓക്കെ, അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണാം. താങ്ക്